നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 31. രാവണൻ അകമ്പനോട് ചോദിക്കുന്നു, രാമൻ ദേവേന്ദ്രനോടും ദേവന്മാരോടും കൂടിയാണോ എത്തിയിരിക്കുന്നത് യുദ്ധം ചെയ്യാനെന്ന്. അപ്പോൾ അല്ല എന്ന് അറിയിക്കുകയാണ് അകമ്പനൻ. എന്നിട്ട് രാമൻ്റെയും അനുജനായ ലക്ഷ്മണൻ്റെയും വീര്യപരാക്രമങ്ങളെപ്പറ്റി പറഞ്ഞ് കേൾപ്പിക്കുന്നു. യുദ്ധവൈദഗ്ധ്യത്തിൻ്റെ പാരമ്യത്തിലെത്തിയവനാണ്, ഇന്ദ്രതുല്യനാണ് രാമനെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ ലക്ഷ്മണനാണെങ്കിൽ പൂർണ്ണചന്ദ്രമുഖനാണ്, അത്രയ്ക്ക് സുന്ദരനാണ്, അതുപോലെ അത്രയ്ക്ക് ബലവാനുമാണ്. ജനസ്ഥാനത്തെ നശിപ്പിച്ചത് ഇവർ രണ്ടുപേരും കൂടെ ആണ്. പക്ഷെ ദേവന്മാരാരും കൂടെയില്ല, അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഇവരുടെ അമ്പേറ്റ് പേടിച്ചരണ്ട രാക്ഷസന്മാരെല്ലാം ഓടിക്കളഞ്ഞു, ശേഷിച്ചവരെല്ലാം ഓടിക്കളഞ്ഞു, ബാക്കിയുള്ളവരെ തകർത്തും കളഞ്ഞു. ഏതായാലും അങ്ങയുടെ ജനസ്ഥാനത്തെ ഇവർ രണ്ടുപേരും കൂടി തകർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് രാവണനെ അറിയിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 21. അകമ്പനവചശ്രുത്വാ രാവണോ വാക്യമബ്രവീത് ഗമിഷ്യാമി ജനസ്ഥാനം രാമം ഹന്തും സലക്ഷ്മണം. അകമ്പനൻ്റെ വാക്കുകൾ കേട്ട് രാവണൻ പറഞ്ഞു, ഞാൻ ജനസ്ഥാനത്തേക്ക് പോകാം, രാമനെയും ലക്ഷ്മണനെയും നിഹനിക്കാൻ. ശ്ലോകം 22. അഥൈവ മുക്തേ വചനേ പ്രോവാചേദമകമ്പനഃ ശൃണുരാജൻ യഥാവൃത്തം രാമസ്യ ബലപൗരുഷം. രാവണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അകമ്പനൻ ഉണർത്തിച്ചു, മഹാരാജാവേ, രാമൻ്റെ ബലപൗരുഷങ്ങൾ ശരിക്ക് കേട്ടാലും. ശ്ലോകം 23. അസാധ്യ കുപിതോ രാമോ വിക്രമേണ മഹായശാഖ ആപകായാസ്തു പൂർണ്ണായ വേഗം പരിഹരേച്ഛരൈഹൈ. മഹായശസ്വിയായ രാമൻ ക്രുദ്ധനായാൽ അജയ്യനാണ്. നിറഞ്ഞൊഴുകുന്ന നദിയുടെ ഒഴുക്കുപോലും ശരങ്ങൾ കൊണ്ട് തടുത്തു നിർത്താൻ കഴിവുള്ളവൻ. ശ്ലോകം 24. സദാരാഗ്രഹനക്ഷത്രം നഭച്ഛാപ്യ പ്രസാദയേത് അസൗ രാമസ്തു സീദന്തിം ശ്രീമാനഭ്യുദ്ധരേന്മഹിം. അദ്ദേഹം താരാഗ്രഹ നക്ഷത്രങ്ങളോടുകൂടിയ നഭസിനെ പോലും ശൂന്യമാക്കും, മുങ്ങാൻ പോകുന്ന ഭൂമിയെപ്പോലും പൊക്കിയെടുക്കും. ശ്ലോകം 25. ഭിത്വാ വേലം സമുദ്രസ്യ ലോകാനാപ്ലാവയേദ്വിഭുഃ വേഗം വാപി സമുദ്രസ്യ വായും വാ വിദ്ധമേശ്വരൈഹൈ. സമുദ്രത്തിൻ്റെ അതിരുകളെ തകർത്ത് ലോകങ്ങളെ മുക്കുവാൻ പോലും കരുത്തനാണ്. സമുദ്രത്തിൻ്റെ വേഗത്തെയും വായുവിനെയും കൂടി ശരങ്ങളെ കൊണ്ട് ഒതുക്കും. ശ്ലോകം 26. സംഹൃത്യ വാ പുനർലോകാൻ വിക്രമേണ മഹായശാഖ ശക്ത ശ്രേഷ്ഠ സപുരുഷ സൃഷ്ടും പുനരപി പ്രജാ.
ശ്ലോകം 26 അർത്ഥം: മഹായശസ്വിയായ അദ്ദേഹം ലോകങ്ങളെ സംഹരിക്കാനും വീണ്ടും പ്രജകളെ സൃഷ്ടിക്കാനും പോന്നവനാണ്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.